മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന മാമച്ചാന്റെ വീട്ടിലേക്ക് എത്തി. എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. കാറിൽ നിന്നും അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണമോളൊക്കെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. യാത്രാക്ഷീണമുണ്ടെങ്കിലും എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷം പ്രകടമായിരുന്നു. അലീനയെ കണ്ടപ്പോൾ ഗ്രേസ്യാമ്മയുടെ മുഖം തിളങ്ങി. അവർ ഓടിച്ചെന്ന് അലീനയെ കെട്ടിപ്പിടിച്ചു. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിൽ തന്നെ മറ്റൊരു വശത്തേക്ക് മാറി നിൽക്കുന്ന രോഹിത്തിനെ മാമച്ചായൻ ശ്രദ്ധിച്ചു. പെണ്ണുങ്ങൾ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് ചിരിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. മാമച്ചായൻ പതുക്കെ രോഹിത്തിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവനൊരു ചിരി പാസാക്കിക്കൊണ്ട് മാമച്ചായൻ അവന്റെ തോളിലൂടെ കൈകിട്ടങ്ങ് ചേർത്ത് പിടിച്ചു. എടാ രോഹിത്തെ, നീ കണ്ടോ, ഇവിടെ പെണ്ണുങ്ങളുടെ ഒരു പട തന്നെയുണ്ട്. നമ്മൾ ആണുങ്ങളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കുറച്ച് മാറി നിന്നെങ്കിൽ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി നമ്മളുടെ തലയിലങ്ങ് കയറി നിൽക്കും. അതുകൊണ്ട് എന്തിനും ഏതിനും നമ്മൾ ആണുങ്ങൾ ഒരുമിച്ച് നിൽക്കണം കേട്ടോ, മാമച്ചായൻ രഹസ്യം പോലെ രോഹിത്തിന്റെ കാതിൽ പറഞ്ഞു. ഇത് കേട്ട് രോഹിത് ഒന്ന് ചിരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഉമ്മറത്തുനിന്ന് രേവതിയുടെ ശബ്ദം കേട്ടു. രേവതിക്കുട്ടി കണ്ണുരുട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഹലോ, നിങ്ങളിത് എന്ത് രഹസ്യ അവിടെ മാറി നിന്ന് പറയുന്നത്, അതും ഈ രേവതി കേൾക്കാതെ? അവൾ കൈകൊണ്ട് രണ്ടിടുപ്പിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് ചോദിച്ചു. മാമച്ചായൻ പെട്ടെന്ന് ചമ്മിപ്പോയി. അതൊന്നുമില്ല രേവതിക്കുട്ടി, ഞങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള ചില രഹസ്യങ്ങൾ പറഞ്ഞതാ. പെണ്ണുങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ തല തിന്നാൻ വരണ്ട എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളതൊന്നും പരസ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കേട്ട് അലീന ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അലീന വന്ന ഉടനെ തന്നെ രേവതിക്കുട്ടി തന്റെ വാചകമണി തുടങ്ങി. അതെ മാമച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞു തീർത്തേക്കാം. രോഹിതേട്ടനെ കൂട്ടുപിടിച്ച് ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാമെന്ന് നിങ്ങളുടെ ഉദ്ദേശമുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി തിന്നാനും മധുരവും ചിക്കനും ബീഫും ഒക്കെ വെട്ടി വിഴുങ്ങാനും വറുത്തതും പൊരിച്ചതൊക്കെ തിന്നാനുമാണ് പദ്ധതിയെങ്കിൽ അത് ഈ രേവതിക്കുട്ടി ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. രേവതിക്കുട്ടിയുടെ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ മാമച്ചായന് ശരിക്കും സങ്കടം വന്നു. അതിഥികൾ വന്നിരിക്കുന്ന സമയത്ത് പോലും തനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ ഈ പെണ്ണ് സമ്മതിക്കില്ലല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹം മുഖം വീർപ്പിച്ചു. എന്റെ പൊന്നു രേവതിക്കുട്ടി, ഇന്നെങ്കിലും നീ നിന്റെ വാശിയൊന്ന് നിർത്ത്. എത്ര ദിവസമായി ഞാൻ എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട്. ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴെങ്കിലും നീ എനിക്കൊരു കുറച്ച് സമാധാനം തായോ. എന്റെ വായ്ക്ക് രുചിയായിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെടി, മാമച്ചായൻ കെഞ്ചി. പക്ഷേ രേവതിക്കുട്ടിക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. അങ്ങനെ വായ്ക്ക് രുചിയുള്ളതൊക്കെ വാരി വലിച്ച് കഴിച്ച് തിന്നാലേ പിന്നെ പെട്ടെന്നങ്ങ് മേലേക്ക് കെട്ടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് തരില്ല. ഇവർ വന്നതുകൊണ്ട് മാത്രം ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കൂ, അവൾ തീർത്തും പറഞ്ഞു. അപ്പോഴാണ് ഗ്രേസ്യാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഗ്രേസ്യാമ്മക്കും രേവതിക്കുട്ടിയോട് ചെറിയ ദേഷ്യമുണ്ടായിരുന്നു. എന്റെ പൊന്നലീനെ, ഇവളെ കൊണ്ട് ഞങ്ങൾ ശരിക്കും മടുത്തു. ഒരു തുള്ളി പച്ചവെള്ളം പോലും ഞങ്ങളെ കൊണ്ട് സ്വസ്ഥമായിട്ട് ഇവള് കുടിപ്പിക്കില്ല. വീട്ടിൽ എന്ത് വാങ്ങിച്ചാലും അതിനൊക്കെ അവൾക്ക് കണക്കുണ്ട്. അവളെ കൊണ്ട് ഞങ്ങൾ ശരിക്കും വശം കെട്ടിരിക്കുവാണ്. ഗ്രേസ്യാമ്മയുടെ കുറ്റം പറയുന്നത് കേട്ട് രേവതിക്കുട്ടി തിരിഞ്ഞു. പറ, എനിക്കറിയാം നിങ്ങൾക്ക് കുറ്റം പറയാനേ അറിയുമെന്ന്. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വറുത്തതും പൊരിച്ചതും കിട്ടാൻ പോകുന്നില്ല. കൊളസ്ട്രോളും പിടിപ്പിച്ച് ഈ വീട്ടിൽ വളർത്തുന്ന പന്നികളെ പോലെ നെയ്യ് മുറിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എത്ര പാടുപെട്ട ഒരു മനുഷ്യക്കോലത്തിലാക്കിയിരിക്കുന്നെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അലീന ഇടപെട്ടു. മതിയടി, നീ കുറച്ചൊന്ന് അടങ്ങ്. എല്ലാവർക്കുമില്ലേ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട് അലീന ചേച്ചി, അതൊക്കെ മതി. രേവതിക്കുട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അല്ല, നിങ്ങൾക്ക് എന്ത് സ്പെഷ്യലായിട്ട് എന്താ വേണ്ടത്, അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം. ഇന്ന് ഈ രേവതിക്കുട്ടിക്ക് കിച്ചണിൽ നിന്നും ഞാൻ അവധി തന്നിരിക്കുന്നു. ഇന്ന് ഞാൻ കിച്ചണിൽ കയറാം, എല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം. അതൊന്നും പറ്റില്ല, രേവതിക്കുട്ടി പെട്ടെന്ന് തടഞ്ഞു. കിച്ചണിൽ രേവതിക്കുട്ടി തന്നെ നിൽക്കും. അലീന ചേച്ചി ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ. അലീന ചേച്ചിയും രോഹിതേട്ടനും ബബിതയും കൃഷ്ണമോളും ഒക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആവ്. ഞാൻ കുറച്ച് ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് വരാം. വന്ന ഉടനെ തന്നെ അടുക്കളയിൽ കയറാനൊന്നും ഞാൻ സമ്മതിക്കില്ല. മാമച്ചായനും അത് ശരിവെച്ചു. അവർ പറഞ്ഞതാ ശരി അലീനെ, നിങ്ങൾ ഇവിടെ ഇപ്പൊ വന്നതെന്തിനാ? സന്തോഷമായിട്ട് സംസാരിക്കാനല്ലേ. പിന്നെ രേവതിക്കുട്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് എല്ലാവരും തന്നെ നമുക്ക് പോവാം. ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുമായിരുന്ന രോഹിത്, അവന് രേവതിയുടെ ഈ ഒരു പെരുമാറ്റം ഒട്ടും തന്നെ പിടിക്കുന്നില്ല. വേണ്ടിയെടുത്തും വേണ്ടാടുത്തതൊക്കെ കയറി സംസാരിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾക്ക് അമിതമായി ഇടപെടുന്ന അവളുടെ സ്വഭാവം രോഹിത്തിന് ശരിക്കും അരോചകമായി തോന്നി. വല്ലാത്ത ഓവർ തന്നെയാണ് ഇവൾ, അവൻ മനസ്സിൽ വിചാരിച്ചു. പിന്നീട് എല്ലാവർക്കുമായ മുറികൾ കൊടുത്തു. ബബിതക്കും കൃഷ്ണമോൾക്കും ഒരു മുറിയിലും രോഹിത്തിന് വേറൊരു മുറിയും നൽകി. അലീന തന്റെ പഴയ ശീലം പോലെ രേവതിക്കുട്ടിയുടെ കൂടെ കിടക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇന്ന് ഇവളുടെ കൂടെ കിടന്നോളാം, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അലീന പറഞ്ഞു. രേവതിക്കുട്ടിക്കും അത് വലിയ സന്തോഷമായി. ഇതേസമയം തമിഴ്നാട്ടിലെ പൊടി പിടിച്ച ഹൈവേയിലൂടെ ഒരു കാറ് അതിവേഗം പാഞ്ഞു പോവുകയായിരുന്നു. സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ബാലചന്ദ്രന്റെ കണ്ണുകളിൽ പകയുടെ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ വേഗത കൂടാനല്ലാതെ കുറയുന്നില്ല. കൂടെ ഇരിക്കുന്ന ഗോവർദ്ധനൻ ആകാംക്ഷയോടെ അതിലേറെ പേടിയോടുകൂടിയും ബാലചന്ദ്രനെ നോക്കി. ബാലേട്ടാ, കുറെ നേരമായില്ലേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്, മടുത്തില്ലേ? ഞാൻ ഓടിക്കണോ? ഗോവർദ്ധനൻ മടിയോട് ചോദിച്ചു. ബാലചന്ദ്രൻ പെട്ടെന്ന് ചിരിച്ചു, വല്ലാത്തൊരു ചിരി. മടുത്തെന്നോ? ഈ ബാലചന്ദ്രൻ ഇനി മടുക്കാൻ പോകുന്നില്ല ഗോവർദ്ധന. മടുപ്പൊന്നൊരു വാക്ക് ഇനി എന്റെ ഡിക്ഷണറിയിലില്ല. ഇനി ഓരോ ദിവസവും ഞാൻ ആഘോഷിക്കാൻ പോവാണ്.
ബാലചന്ദ്രന്റെ സംസാരം കേട്ട് ഗോവർദ്ധനൻ ഒന്നും മനസ്സിലായില്ല. എന്ത് പിച്ചും പെയ്യുമാ ഈ ബാലേട്ടനീ പറയുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വെറുതെ തലകുലിയിരിക്കുക എന്നല്ലാതെ എനിക്കിതിലൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. മനസ്സിലെന്തോ വലിയ വാശിയും വൈരാഗ്യമുള്ളതുപോലെ തോന്നുന്നു. ഈ വാശിയൊക്കെ വൈജയന്തിയോട് തന്നെയാണോ? എന്തിനാ ബാലേട്ടാ ഇതൊക്കെ? 3 മക്കളില്ലേ നിങ്ങൾക്ക്? എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിച്ചു പോയാൽ പോരെ? പെട്ടെന്ന് കാറിന്റെ ബ്രേക്ക് അവൻ ആഞ്ഞു ചവിട്ടി. കാർ ഒരു ഞെരുക്കത്തോടുകൂടെ നിന്നു. ബാലേന്ദ്രൻ ദേഷ്യത്തോടുകൂടി ഗോവർദ്ധന് നേരെ തിരിഞ്ഞു. നിർത്തല അവിടെ, മിണ്ടി പോകരുത്. ഇനി വൈജയന്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യണം, അവൾ എന്ത് ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാ ഉള്ളത്. കൈതക്കൽ തറവാട്ടിലെ ആണുങ്ങളെ എന്ത് ചെയ്യണം എന്നറിയാനുള്ള കൂടി തന്നെ യാത്രയാണിത്. ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ബാലചന്ദ്രന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലുത് പരസ്പരമുള്ള വിശ്വാസമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് എനിക്കിപ്പോൾ അറിയാം. ഈ 23 കൊല്ലം 22 കൊല്ലം ഈ ബാലചന്ദ്രൻ വെറും ഒരു വിഡിയായിരുന്നില്ലേടാ. കൈതക്കൽ തറവാട്ടിലെ കാരണവരും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് എന്നെ കഴുതകളാക്കിയില്ലേ? എന്നെ കൊണ്ട് വിഡിവേഷം കെട്ടിച്ചില്ലേ അവര്? അതിനൊക്കെ എണ്ണി ചോദിക്കാതെ ഇനി ഈ ബാലചന്ദ്രന് കണ്ണടക്കാൻ പറ്റില്ല. ഗോവർദ്ധൻ നിശബ്ദനായി കേട്ടിരുന്നു. ആ വാക്കുകളിലെ വേദനയും ദേഷ്യവും അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നിനക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഗോവർദ്ധന. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് നീ കൊടുത്ത ഒരു പാവയെ പോലെ നീ എന്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ നീ? ബാലേട്ടൻ പറയുന്നത് ഞാൻ എപ്പോഴെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഇന്നേ വരെ നിങ്ങളെ അനുസരിച്ചല്ലേ ഞാൻ നിന്നിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ ചോദിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ എന്റെ ഭാര്യയുടെ ആങ്ങളല്ലേ നിങ്ങൾ എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടാ. അതൊക്കെ ക്ഷമിച്ചേക്ക് ബാലേട്ട. ഗോവർദ്ധനൻ സങ്കടത്തോടെ പറഞ്ഞു. ക്ഷമിക്കും. ഈ ബാലേന്ദ്രൻ ആരോട് ക്ഷമിക്കും? പക്ഷേ എന്നെ ചതിച്ചവരോട്, ഈ 23 കൊല്ലം എന്നെ വഞ്ചിച്ചവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും വണ്ടിയെടുത്തു. ഗംഗാധരെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോക്കിൽ ബാലചന്ദ്രന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീപ്പൊരികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതേ സമയം നാട്ടിൽ വൈജയന്തിയുടെ വീട്ടിൽ അസ്വസ്ഥതകൾ പുകയുകയായിരുന്നു. കമല അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയതു മുതൽ വൈജയന്തിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു. വൈജയന്തി അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയ അന്നു മുതൽ തന്നെ കമലമ്മയുടെ സ്വസ്ഥതയെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. നാത്തൂമാർ തമ്മിലുള്ള സാധാരണ പോരുകൾക്ക് അപ്പുറമായിരുന്നു കമലമ്മയുടെ പെരുമാറ്റം. ഓരോ കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കാനും മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനും കമല ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ പോലും ഉണ്ടായ തർക്കങ്ങൾ വൈജയന്തിയെ വല്ലാതെ അലട്ടി. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്ന വൈജയന്തി അവൾ ഫോണെടുത്ത് ബ്രോക്കറെ വിളിച്ചു. എടാ, എന്തായി വീടിന്റെ കാര്യം? സെറ്റായോ? അവൾ ചോദിച്ചു. അല്ല മേഡം, ഇപ്പൊ വീടൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ പിന്നെ അന്വേഷിക്കാതിരുന്നത്, ബ്രോക്കർ മറുപടി പറഞ്ഞു. അപ്പോഴാണ് വൈജയന്തിക്ക് അലീന പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അലീന ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ സമയം അടുത്തിരിക്കുന്നു. അവൾ പോയാൽ പിന്നെ തനിക്ക് പുതിയ വീടിന്റെ ആവശ്യമില്ലല്ലോ. അത് ശരിയാ. നീ ഏതായാലും ഒരാഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ ആ ഡേറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ പറയാം. എന്നിട്ട് നീ പെട്ടെന്നൊരു വീട് സെറ്റാക്കി വെച്ചേക്ക്, അവൾ പറഞ്ഞു. മാഡം, അന്ന് ആ വീട് വേണ്ടെന്ന് വെച്ചത് വലിയ കഷ്ടമായി പോയി. നല്ല വീടായിരുന്നു, ഫർണിച്ചറും എല്ലാം ഉണ്ടായിരുന്നു, ബ്രോക്കർ നിരാശയോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല, നീ വേറൊന്ന് നോക്കി വെക്കുകയെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അലീന പോകുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ല. അവൾ പോകാതെ തനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാനും കഴിയില്ല. ഇവിടെ കമലയുടെ ശല്യം സഹിക്കാനും വയ്യ. വൈജയന്തി വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. ഇതേ സമയം ഹാളിൽ ശിവശങ്കരമേനോനും കമലയും തമ്മിൽ വലിയൊരു സംസാരം നടക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി അവിടെ വന്ന് നിൽക്കുന്നത് കമലക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതവൾ മറച്ചു വെച്ചതുമില്ല. നിനക്കിത് എന്തിന്റെ സൂക്കേടാടി കമലെ? ശിവേട്ടൻ ദേഷ്യത്തോട് ചോദിച്ചു. അവൾ എൻ്റെ പെങ്ങളല്ലേ. 1, 2, 3 ദിവസം അവൾ ഇവിടെ വന്നു നിന്നാ അവൾ വൈക്കങ്ങ് പോയിക്കോളും. ഒരാൾക്ക് ഇത്തിരി ആഹാരം കൊടുത്തു എന്ന് വെച്ച് നീ ഈ കിടന്ന് ചിലക്കുന്നതെന്തിനാ? കമല ഒട്ടും വിട്ടുകൊടുത്തില്ല. എനിക്ക് വേറെ ആൾക്കാരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ശിവേട്ടാ. ഞാൻ ഇവിടെ അവിഹിതമായിട്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. നിങ്ങൾ എന്നെ അന്തസ്സായിട്ട് താലി കെട്ടിക്കൊണ്ടുവന്നതല്ലേ. ഇതിപ്പോൾ പെങ്ങളും അമ്മയും മക്കളും ഒക്കെ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വഴിക്കങ്ങ് പോയിക്കോളാം. കമല അങ്ങനെ പറഞ്ഞപ്പോൾ ശിവന്റെ മനസ്സിൽ ശരിക്കും ഒരു ലഡ്ഡു പൊട്ടുമായിരുന്നു. ഇവളൊന്ന് പോയി കിട്ടിയാൽ കുറച്ച് നാളത്തെങ്കിലും തനിക്ക് സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് അവൻ ഇങ്ങനെ മനസ്സിലോർത്തു. ഏതായാലും പുറമേ ഗാംഭീര്യം വിടാതെ തന്നെ അവൻ നിന്നു. രാത്രി വളരെ വൈകിയിരുന്നു. മാമച്ചാന്റെ വീട്ടിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. എന്നാൽ രേവതിക്കുട്ടിയുടെ മുറിയിൽ മാത്രം ലൈറ്റ് അണഞ്ഞിരുന്നില്ല. കട്ടിലിൽ അലീനയും രേവതിക്കുട്ടിയും സംസാരിച്ചു കൊണ്ടിരുന്നു. അലീന ചേച്ചി, പെട്ടെന്ന് നിങ്ങളെ കൂട്ടി എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ എന്തായി കാരണം? രേവതി ചോദിച്ചു. അലീനയുടെ മുഖത്ത് ഒരു സങ്കടം നേളിച്ചു. അവൾ പതുക്കെ പറഞ്ഞു. അച്ഛനൊരു യാത്ര പോയിരിക്കുക മോളെ. ആ യാത്ര എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് വേണ്ടിയോ? അതെന്ത് യാത്രയാ? രേവതിക്കുട്ടി അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, എന്നെ ഒന്ന് സേഫാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയതാ. ഞാൻ ഇനി ആ വീട്ടിൽ നിന്നാൽ ശരിയാവത്തില്ല. ഞാൻ അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ കാരണം ഒരു കുടുംബം നശിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. ആ വിവരം ഞാൻ അച്ഛനോട് പറഞ്ഞു. അലീനയുടെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്കിൾ അതിന് സമ്മതിച്ചോ? അലീന രേവതിക്കുട്ടിയുടെ കൈകൾ പിടിച്ചു. മോളെ, ഞാൻ നിന്നോടൊരു സത്യം പറയാം. നീ ഇത് ആരോടും പറയരുത്. ഞാൻ ആരുടെ മകളാണെന്നോ എനിക്ക് ആ വീട്ടുകാരുമായിട്ട് എന്താ ബന്ധമെന്നോ ആരും അറിയരുത്. അവളൊന്ന് നിർത്തി ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ ബാലചന്ദ്രന്റെ മകളല്ല രേവതി. രേവതിക്കുട്ടി പറഞ്ഞു.
രേവതിക്കുട്ടി പറഞ്ഞു. അതെനിക്കറിയാമല്ലോ ചേച്ചി. അതേ മോളെ, ഇത്രയും നാൾ ഞാൻ അവിടെ കള്ളം പറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സത്യം ഞാനിപ്പോൾ രോഹിത്തിനോട് ബബിതയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അപ്പോൾ പിന്നെ ഇനി എന്തിൻ്റെ പേരിലാണ് ചേച്ചി ആ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്? രേവതിക്കുട്ടിക്ക് ആകാംക്ഷ അടക്കാനായില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് പോവാൻ പോവാണ്. എൻ്റെ അച്ഛൻ്റെ എനിക്ക് ചീത്തയാക്കാനൊന്നും പറ്റില്ല. ആ വലിയ മനുഷ്യനെ ഞാൻ എങ്ങനെയാ മറക്കുക? ഇത്രയും നാളും ഞാൻ യാതൊരുവിധ അർത്ഥവുമില്ല അദ്ദേഹം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ട ആളാ അദ്ദേഹം. സ്വന്തം ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലുണ്ടായ കുട്ടി. പെട്ടെന്ന് ഞാൻ കയറി വരുമ്പോൾ എന്നെ വെറുക്കേണ്ടതല്ലേ. പക്ഷേ അദ്ദേഹം എന്നെ വെറുത്തില്ല. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛനാര് അമ്മയാര് എന്നറിയാതെ വളർന്ന എനിക്ക് ആ മനുഷ്യൻ തന്ന സ്നേഹമുണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല രേവതിക്കുട്ടി. അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറായില്ല. ഞാൻ അവിടെ തുടർന്ന അത് അച്ഛന് ചീത്തപ്പേരുണ്ടാവും. രേവതിക്കുട്ടിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അല്ല ചേച്ചി, ചേച്ചി പോയിക്കിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നമൊക്കെ തീരുമെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? എനിക്കറിയില്ല മോളെ, ചിലപ്പോൾ ഞാൻ പോയ അവരുടെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അമ്മ അവിടെ കയറി വരുമ്പോൾ സത്യങ്ങളൊക്കെ അച്ഛൻ വിളിച്ചു പറയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. അലീന നിസ്സഹായതയോടെ പറഞ്ഞു. ഇതേ സമയം തൊട്ടടുത്ത മുറിയിൽ ബബിതയും കൃഷ്ണമോളും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവരുടെ മനസ്സിലും അലീന തന്നെയായിരുന്നു. അലീന ചേച്ചി നമ്മളെ വിട്ടു പോവോ? ബബിതേച്ചി കൃഷ്ണമോള് സങ്കടത്തോടെ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല മോളെ, ചേച്ചി പോവാതിരിക്കാൻ എന്താ വഴിയെന്ന് ഞാൻ ആലോചിക്കുക. ബബിതയുടെ ശബ്ദത്തിലും ആദിയുണ്ടായിരുന്നു. അലീന എല്ലാവരുടെയും ജീവിതത്തിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു. അവൾ സ്നേഹം കൊണ്ട് എല്ലാവരെയും കീഴടക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആർക്കും തന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ ആ വീടിനുള്ളിലെ 3 മുറികളിലായി വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള ആകുലതകൾ അവരങ്ങനെ പറഞ്ഞ് ഉറങ്ങാതെ കിടന്നു. ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും എന്ന ചോദ്യചിഹ്നം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മഴതോരും മുൻപേയിൽ ഇനി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്കമിങ് റിവ്യൂസൊക്കെ ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാലചന്ദ്രന്റെ സ്റ്റാൻലിയെ കാണാൻ പോകുന്നതും സ്റ്റാൻലിയെ കണ്ടിട്ട് സത്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അലീനെ അവിടെ കൊണ്ടുപോയി ആക്കുന്നതും, അങ്ങനെ അലീന സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ ബഹുലമായിട്ടുള്ള മുഹൂർത്തങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.